എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ LDCക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ സിലബസ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുക. പിന്നെ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് മാത്സിൻ്റെ ആണ് നമ്മളിന്ന് പറയാൻ പോണത്. ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്യാമെന്നാണ് വിചാരിക്കണേ. നമുക്ക് സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏത്? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് ഇത് സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് വരും. അപ്പോൾ ഇത് എല്ലാം നോക്കി പഠിച്ചാലേ നമുക്ക് അതിൻ്റെ ബേസ് ഉണ്ടാവുള്ളൂ. ബേസ് ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം എന്താണ് 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾക്ക് ഒറ്റയുടെ സ്ഥാനത്ത് എന്തൊക്കെ വരാം? 0 വരാം, 2 വരാം, 4 വരാം, 6 വരാം, 8 വരാം, അല്ലെ? ഇങ്ങനെ വരികയാണെന്ന് വെച്ചെങ്കിലല്ലേ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. അതായത് ഇരട്ട സംഖ്യകളാവണം, അല്ലേ? പിന്നെ എന്താണ്, നാലക്ക സംഖ്യ വേണം. നാലക്ക ഉള്ളത് ഇതിലെ ഏതൊക്കെയാ ഉള്ളത്? എല്ലാം നാലക്കാണ്, അല്ലെ? പിന്നെ ചെറിയത് വേണം. അപ്പൊ ഇതെല്ലാം കൂടി ഉള്ളത് ഏതാന്ന് നോക്കുക. അപ്പൊ ഒന്ന് പറ്റില്ല. അപ്പൊ ഇതെന്തായാലും പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? പിന്നെ 0, 2, 4 ഉണ്ട്. പക്ഷെ ഏറ്റവും ചെറുത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 ആണ്. അപ്പൊ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യ ഏത്? എങ്ങനെയാണ് 9 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അതായത് 9 കൊണ്ട് ഹരിക്കണം വെച്ചെങ്കിൽ 3 കൊണ്ടും ഹരിക്കണം, അല്ലെ? അപ്പം 9 കൊണ്ട് ഹരിക്കണം വെച്ചെങ്കിൽ 3 കൊണ്ട് ഹരിക്കണം എന്നുള്ളതിന്റെ അതേ ലോജിക്ക് തന്നെയാണ്. എങ്ങനെയാണ്? 3 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ ഡിജിറ്റ്സിനെ കൂട്ടും, അല്ലെ? ആ കൂട്ടി വന്ന തുക എന്ന് പറയണത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അതല്ലേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ സിമ്പിൾ ടെക്നിക്ക്. അപ്പൊ ഇനി 9 കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടുക, അത് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 3, 4, 7, 7, 5, 12, 12, 6, 18. 18 ഡിവൈഡഡ് ബൈ 9 ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് എന്താണ്? ഇതാണ് ആൻസർ. ഇതോ നോക്കി വെക്കും. 3, 2, 5, 5, 4, 9, 9, 5, 14. 14 ബൈ 9 നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഇല്ല, ശിഷ്ടം വരും. 1, 2, 3, 3, 3, 6, 6, 4, 10. 10 ബൈ 9 എന്ന് പറഞ്ഞാൽ അതും പറ്റില്ല, അല്ലെ? നിശേഷം ഹരിക്കാൻ പറ്റില്ല, ശിഷ്ടം വരും. ഇനി ഇവിടെ നോക്കൂ. 6, 5, 11, 11, 7, 18, 18, 7, 25. അപ്പോഴും 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. അപ്പൊ ഏതാണ് ആൻസർ എന്ന് മനസ്സിലായില്ലേ? ഇനി 11 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യ ഏത്? 11 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യയാണ് വെച്ചെങ്കിൽ എന്താണ് നിയമം? അതായത് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ എന്താണ്? 11. ഇതിപ്പോ ചെറിയ സംഖ്യയാണ്. അപ്പൊ പിന്നെ നമുക്ക് അറിയാം 11ന്റെ സ്ക്വയർ എന്താണ്? 121 ആണ്. അപ്പൊ 121 എന്നുള്ളത് 11 കൊണ്ട് നിശേഷം ഹരിക്കാമെന്ന് പറയാം. ഇനി വേറെ എങ്ങനെയാണ് നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഉള്ളത്? ഞാനൊരു സംഖ്യ തരാം. എങ്ങനെയാണ് സംഖ്യ എഴുതണ്ടേ? ഒരു 10,824 എന്നുള്ള ഒരു സംഖ്യ കിട്ടി. ഇതിനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോന്ന് എങ്ങനെ നോക്കുക? അതായത് ആദ്യം ഒറ്റ സ്ഥാനങ്ങളിൽ തമ്മിൽ കൂട്ടുക. ഇത് ഇത് ഇത്, അതായത് 1, 8, 9, 9, 4, 13. ഒറ്റ സ്ഥാനങ്ങൾ വരണത് കേട്ടോ. ഒറ്റ സ്ഥാനങ്ങൾ വരണത്. പിന്നെ ഇരട്ട സ്ഥാനങ്ങൾ വരണത് എത്രയാണ്? 0, 2. 0 പ്ലസ് 2 എത്രയാണ്? 2. ഇനി ഇതിന്റെ ഡിഫറൻസ് കാണുക, അതായത് ഇതിന്റെ വ്യത്യാസം കാണുക. 13 മൈനസ് 2 എത്രയാണ്? 11. അപ്പൊ നമുക്ക് ഇത് 11ന്റെ ഒരു ഗുണിതല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു സംഖ്യയെ 11 കൊണ്ട് ഗുണിക്കാം എന്ന്, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് പറയാ? ആദ്യം ഒറ്റ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുക, പിന്നെ ഇരട്ട സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുക. അങ്ങനെയാണ്. അത് 11ന്റെ ഒരു ഗുണിതമാണ് കിട്ടണമെങ്കിൽ
അല്ലെങ്കിൽ അതിനെ 11 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ നമ്മൾ എന്ത് പറയാം? അത് 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2736 എന്ന സംഖ്യ 8 കൊണ്ട് ഹരിക്കാമോ? എങ്ങനെയാണ് 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് അറിയാം. അതായത് അവസാനം 3 അക്കം എടുക്കുക. അവസാനം 3 അക്കം ഏതാണ്? 736. ആ 3 അക്കം എടുത്തിട്ട് 8 കൊണ്ട് ഹരിക്കുക. 736നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് വരിക? 8 64, 9 72 അല്ലെ? 16 ഈരട്ട് 16, 92. അപ്പൊ നമുക്ക് എന്താണ് ഇത് ശിഷ്ടം ഇല്ല, ശിഷ്ടം വരണില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? 8 കൊണ്ട് നിശേഷം ഹരിക്കാം എന്ന് പറയാം. അതായത് അവസാനത്തെ 3 അക്കങ്ങള് ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ ശിഷ്ടം വരാണ്ടിരിക്കണം, നിശേഷം ഹരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് പറയാ? 8 കൊണ്ട് ഹരിക്കാം എന്നുള്ളത് പറയാം. അപ്പൊ അതേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. അപ്പൊ ഇതിന്റെ LCM എന്താ വരിക? 5ന്റെയും 10ന്റെയും LCM എന്ന് പറയുന്നത്, ലസാഗു എന്ന് പറയുന്നത് എന്ത് വരും? 5, 10 എന്നുള്ളതിന്റെ ലസാഗു എന്ന് പറയുന്നത് 10 ആണ്. 5ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ 10. അപ്പൊ നമുക്ക് ഏതാണ് ലസാഗു എന്ന് പറയുന്നത്? 10 ആണ് അല്ലെ? LCM എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ഇനി അതിന്റെ ഒരു മൾട്ടിപ്പിൾ ആവണം എന്ത് ഹരിക്കാൻ പറ്റണം അല്ലെ? ഇത് രണ്ടും കൊണ്ട് ഹരിക്കാൻ പറ്റണത് LCMന്റെ ഒരു മൾട്ടിപ്പിൾ ആവും. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയാണ് ചോദിച്ചിരിക്കണേ. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നമുക്ക് 100 ആണ്. ആ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതാണ് ആൻസർ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അതായത് 10ന്റെ ഗുണിതമായിട്ടുള്ള ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ് തന്നിരിക്കണേന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 24, 36 എന്നിവയുടെ ഉസാഗ എത്ര? 24, 36. ഉസാഗ കാണുമ്പോ എന്താണ്? രണ്ടിലും പോണം അല്ലെ? 2 പൂവും, അപ്പൊ 12, ഇവിടെ 18. ഇനിയും 2 പൂവും രണ്ടിലും അല്ലെ? 6, 2, 12, 9, 2, 18. ഇനി രണ്ടെണ്ണത്തിലും പോണത് ഏതാണ്? 3. 3, 6, 3, 9. ഇനി രണ്ടെണ്ണത്തിലും പോണതുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഉസാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എല്ലാത്തിലും പോണത് മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 2 × 2 × 3 അത് എത്രയാണ്? 12. അപ്പൊ ഉസാഗ എത്രയാണ്? 24, 36 എന്നുള്ളതിന്റെ ഉസാഗ എന്ന് പറയുന്നത് 12. അതായത് ഈ 24നെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നിശേഷം ഹരിക്കാം. 36നെയും 12 കൊണ്ട് നിശേഷം ഹരിക്കാം. അങ്ങനെയാണ് നമ്മൾ നോക്കുക. ഇപ്പൊ ഓപ്ഷൻ എന്നാവുമ്പോ നമുക്ക് എന്ത് നോക്കാം? 6ഉം നമുക്ക് അങ്ങനെ പറ്റും. പക്ഷെ എന്താണ്? ഉസാഗ എന്ന് പറയുന്നത് എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് അല്ലെ? സോറി, ലസാഗു ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഉസാഗ എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് HCF, ഉസാഗ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഉസാഗ ഇവിടെ എന്ത് വരും? 12 എന്നാണ് വരിക കേട്ടോ. ലസാഗു ഇതിൽ എന്താ വരിക? 12 ഇൻറ്റു പിന്നെ 2 × 3 കൂടിയും വരും. അപ്പോഴാണ് ലസാഗു കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18, 27, 36 എന്നിവയുടെ ഉസാഗ എത്ര? എങ്ങനെയാണ് ഉസാഗ കണ്ടുപിടിക്കുക? 18, 27, 36 മൂന്നിലും പോണതല്ലേ ഉസാഗ എന്ന് പറയണത്. അപ്പൊ ഇതിലെ എല്ലാത്തിലും പോണത് ഏതാണ്? 3 പൂവും അല്ലെ? 6, 3, 18, 9, 3, 27. പിന്നെ ഇവിടെ എന്താ പറയാ? 12, 3, 36 അല്ലെ? ഇനിയും 3 പൂവും. അപ്പൊ 2, 3, 6, 3, 9, 4, 3, 12. ഇനി മൂന്നിലും പോണതുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഉസാഗ ഏതാ വരിക? ഇത് മാത്രമാണ് വരിക. 3 × 3, അതായത് 9 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
48, 60, 72 എന്നിവയുടെ ഉസാഗ എങ്ങനെയാണ് കാണുക? 48, 60, 72. മൂന്നിലും പോണത് ഏതാണ്? 2 പോവും അല്ലെ? 24. ഇവിടെ എന്താണ്? 30 വരും. പിന്നെ ഇവിടെ എന്ത് വരും? 3 2 6, 12, 6 2 12. ഇനി മൂന്നിലും പോണതുണ്ടോ നോക്കൂ. 3 പോവും അല്ലെ? അല്ലെങ്കിൽ 2 തന്നെ പോവും. അപ്പൊ 12 24, 15 2 30, പിന്നെ എന്താണ്? 18 2 ആണ് 36. ഇനി മൂന്നിലും പോണത് എന്താണ്? 3 പോവും. 4 3 12, 3 15, 6 3 18. ഇനി ഏതെങ്കിലും പോവോ എല്ലാത്തിലും? ഇല്ല. എല്ലാത്തിലും പോണതാണ് കിട്ടാൻ പാടുള്ളൂ. അപ്പൊ ഉസാഗ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 3, അതായത് 12 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 84, 98 എന്നിവയുടെ ഉസാഗ എത്ര? 84ഉം 98ഉം അല്ലെ? 84 എഴുതുക, 98 എഴുതുക. രണ്ടിലും പോണത് നോക്കുക. 2 42. ഇവിടെ എന്താ വരും? 4 2 8, 18 9 2 18. ഇനി ഏതാ പോവുക? 42ലും 49ലും പോണം. ഏതാണ് ഉള്ളത്? 7 പോവും അല്ലെ? 7 6 42, 7 7 49. ഇനി രണ്ടിലും പോണതുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഏതാണ് ഉസാഗ വരിക? 2 ഇൻറ്റു 7, അതായത് 14 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സംഖ്യകളുടെ ഉസാഗ 8ഉം ഗുണനഫലം 384 ആയാൽ ലസാഗു എത്ര? അപ്പൊ നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു നോട്ട് എന്താണ്? ഉസാഗ, രണ്ട് സംഖ്യകളുടെ ഉസാഗ ഇൻറ്റു അവയുടെ ലസാഗു ഈക്വൽ ടു രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ്. അപ്പൊ നമുക്ക് ഉസാഗ ഇൻറ്റു ലസാഗു, അതായത് ഇവിടെ 8 ഇൻറ്റു ലസാഗു LCM അല്ലെ, ഈക്വൽ ടു 384. അപ്പൊ LCM എന്ത് വരും? LCM എന്ന് പറയുന്നത് 384 ഡിവൈഡഡ് ബൈ 8. അത് എത്രയാണ് വരിക? 4 32, 4 32 അല്ലെ? 6 64, 8 64, 48 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12 18 എന്നിവയുടെ ലസാഗു എത്ര? ലസാഗു ആണ് കാണാൻ പറഞ്ഞേക്കണേ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിള്. എന്താണ് ലസാഗു? 12 18. രണ്ടിലും പോണത് ഏതാണ്? 2. 6 2 12, 9 18. ഇനി രണ്ടിലും പോണത് 3, 23 6, 3 9. ഇനി രണ്ടിലും പോണതുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെ എല്ലാത്തിനും ഗുണിച്ചെഴുതിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? LCM അല്ലെങ്കിൽ ലസാഗു കിട്ടുക. 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3, അതായത് 6 ഇൻറ്റു 6 വരും 36. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15 20 25 എന്നിവയുടെ ലസാഗു എത്ര? 15 20 25 എന്നിവയുടെ ലസാഗു അല്ലെ? 15 20 25. ഇനി എല്ലാത്തിലും പോണത് ഏതാന്ന് നോക്കൂ. 5 പോവും അല്ലെ? 5 15, 4 5 20, 5 25. ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണതുണ്ടോ നോക്കുക. 3 എണ്ണത്തിലും പോണതില്ല. അപ്പൊ രണ്ടെണ്ണത്തിലെങ്കിലും പോണതുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇത് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 5 ഇൻറ്റു 3 15, 15 ഇൻറ്റു ഇവിടെ 4 ഇൻറ്റു 5 20, 15 ഇൻറ്റു 20 വരുമ്പോ 300. എന്താണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 6 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? എങ്ങനെയാണ് ചെയ്യാം? അതായത് നമുക്ക് എന്ത് വരണം? 4 6 8 കൊണ്ട് ഹരിക്കുമ്പോ എന്ത് വരണം? ശിഷ്ടം 3 ശിഷ്ടം വരണം അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ലസാഗു കണ്ടുപിടിക്കണം. ലസാഗു എന്ന് പറഞ്ഞാൽ LCM. LCM 4 6 8 എന്നതിന്റെ LCM എന്താണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 പോവും അല്ലെ? ഈ 2 4, 3 2 6, 4 2 8. ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണതുണ്ടോ? 2 പോവും അല്ലെ? അപ്പൊ 1 3 3 താഴേക്ക് ഇറക്കിയിടുക. ബാക്കി ഇതില് 4ല് 2 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. ഇനി രണ്ടെണ്ണത്തിൽ പോണതുണ്ടോ? ഇല്ല. അപ്പൊ ഇനി എന്താണ്? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12, 12
24. 24 ഇതിന്റെ LCM. ആ LCMനോട് കൂടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി സംഖ്യ കിട്ടാൻ വേണ്ടി ഇത് 3ഉം കൂട്ടണം. അതായത് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ശിഷ്ടം നമ്മൾ ഇത് കൂടെ കൂട്ടിയാൽ നമുക്ക് ആ സംഖ്യ കിട്ടും. അപ്പൊ 27 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12, 16, 18 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? LCM എടുക്കണം. 12ന്റെയും 16, 18 എന്നുള്ളതിന്റെ LCM എങ്ങനെയാണ്? 2 ആണ് എല്ലാത്തിലും പോണത്. 6, 2, 12, 8, 2, 16, 9, 2, 18. ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണത് എടുക്കാം അല്ലെ? അപ്പൊ 2 എടുക്കാം അല്ലെ? 3, 2, 6, 4, 2, 8. ഇവിടെ എന്ത് വരും? 9 എന്ന് വരും. ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണത് ഏതുണ്ട്? 3 ഉണ്ട് അല്ലെ? അപ്പോ 1, 3, 3, 4 ഇറക്കിയിടുക. ഇനി എന്താണ്? 3, 3, 9. അപ്പൊ നമുക്ക് ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണതുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 × 2 4, 4, 3, 12, 12, 48, 48 × 3. 48 × 3 എത്രയാണ് വരിക? 3, 8, 24, 2, 4, 3, 12, 2, 14, 144. 144ന്റെ കൂടെ പിന്നെ ശിഷ്ടം വരുന്നത് എത്രയാണ്? 7. അതും കൂടിയും ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 144 + 7 അത് എത്രയാണ് വരിക? 151. ഏതാണ് ആൻസർ? നോക്കൂ, എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36, 48 എന്നിവയുടെ ലസാഗു എത്ര? 36, 48. 36ലും 48ലും പോണത് ഏതാണെന്ന് നോക്കുക. 2. അപ്പൊ 18, 2, 36. ഇവിടെ എന്താണ്? ഈ 2, 4, 4, 2, 8 അല്ലെ? 2 ഇനിയും പോവും. 9, 2, 18. ഇവിടെ എന്താണ്? 12, 24. ഇനി രണ്ടെണ്ണത്തിൽ പോണത് ഏതാണ്? 3. 3, 9, 4, 3, 12. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ 2 × 2 × 3 അതായത് 12 അല്ലെ? 12 × 3, 4, 12. 12, 144. കിട്ടില്ല വെച്ചെങ്കിൽ 12 × 3, 36. 36 × 4 നോക്കിയാൽ മതി കേട്ടോ. 6, 4, 24. 2, 3, 4, 12, 2, 14. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 സംഖ്യകൾ 3:4 എന്ന അംശബന്ധത്തിലും അവയുടെ ഉസാഖ 5 ആണെങ്കിൽ ലസാഗു എത്ര? 2 സംഖ്യകൾ 3:4 എന്ന അംശബന്ധത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കണേ? അവയുടെ ഉസാഖ തന്നിട്ടുണ്ട്. ലസാഗു എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് സംഖ്യകൾ ഏതാണ്? സംഖ്യകള് ഉസാഖ അതായത് ഉസാഖ രണ്ടിലും ഉണ്ടാവണം അല്ലെ? രണ്ടിലും ഉണ്ടാവുമ്പോഴല്ലേ ഉസാഖ എന്ന് പറയുള്ളൂ. അപ്പൊ ഈ ഒരു സംഖ്യ കണ്ടുപിടിക്കാൻ, ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ഇത് 3 എന്ന് പറയണത് 3ന്റെ 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആവണം ഈ 3 × എന്ന് പറയണത്. അപ്പൊ 3 × 5 കണ്ടാൽ മതി. അതായത് 15 ആണ് ആദ്യത്തെ സംഖ്യ. ഇനി അടുത്ത സംഖ്യ ഏതാണ്? 4 × 5 20 ആണ് അടുത്ത സംഖ്യ അല്ലെ? ഇനി ലസാഗു എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഉസാഖ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉസാഖ × ലസാഗു എന്ന് പറയണതാണ്, LCM എന്ന് പറയണതാണ് 15 × 20. അതായത് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയണത് ആ സംഖ്യകളുടെ ലസാഗു × ഉസാഖയാണ് അല്ലെ? ഈ ഉസാഖ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 5 × LCM ആണ് 15 × 20. അപ്പൊ LCM എന്താണ്? LCM എന്ന് പറയുന്നത് 15 × 20/5. ഇതിൽ 5 എത്ര പ്രാവശ്യം? 3, 5, 15. അപ്പൊ 20 × 3 എത്രയാണ്? 60. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3/4 + 5/6. ഇത് പലരും തെറ്റിക്കണതാണ്. എന്താണ്? വെറുതെ കൂട്ടിവെക്കും. അങ്ങനെ കൂട്ടിവെക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇവിടെ ഛേദം രണ്ടും 2 ആണ്.
ഛേദം ഒരേപോലെ ആക്കിയിട്ടേ നമുക്ക് അംശങ്ങൾ കൂട്ടാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഛേദം ഒരേപോലെ ആക്കണച്ചെങ്കിൽ ഈ 4ന്റെയും 6ന്റെയും LCM എന്താണെന്ന് കാണണം. 4ന്റെയും 6ന്റെയും ലസാഗു എത്രയാണ്? 2, ഈ 2 4, 3 2 6. അപ്പൊ ലസാഗു എത്രയാണ് വരിക? ഈ 2 4, 4 3 12. 12 ആണ് ലസാഗു. അപ്പൊ രണ്ടിനെയും ബൈ 12 എന്നുള്ള വിധത്തിലാക്കണം. അപ്പൊ ഇവിടെ 12 ആക്കണ വെച്ചെങ്കിൽ 4 × 3 ആണ്. അപ്പൊ അംശത്തിനെയും × 3 ചെയ്യണം. അതായത് ലൈക്ക് ഫ്രാക്ഷൻ ആക്കുക ചെയ്യണ, ഒരേപോലത്തെ ഫ്രാക്ഷൻ ആക്കുക ചെയ്യണത്, ഭിന്നസംഖ്യ ആക്കുക ചെയ്യണത്. അപ്പൊ 3 × 3 എത്രയാണ്? 9. ഇനി ഇവിടെ × 2 കിട്ടിയാലാണ് 12 ആവുക. അപ്പൊ ഇവിടെയും × 2 ചെയ്യാം. I 2 10, 10/12. ഇനി നമുക്ക് കൂട്ടാൻ പറ്റും. അംശങ്ങൾ കൂട്ടുക, എന്നിട്ട് ബൈ 12 എന്ന് എഴുതാം. 10 9 19/12. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ ആദ്യത്തില് ഒരു തെറ്റ് മനസ്സിലാക്കണം. വെറുതെ കൂട്ടാൻ പാടില്ല. നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ, അതായത് ഒരേപോലത്തെ ഛേദമുള്ളതേ നമുക്ക് അംശങ്ങൾ തമ്മിൽ കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തത് കുറയ്ക്കാനായാലും, അതായത് വ്യത്യാസം കാണുകയായാലും നമ്മൾ എങ്ങനെയാണ്? 7/8 - 3/4. ഛേദങ്ങള് വ്യത്യാസമുള്ളതാണ്. അപ്പൊ ഒരേ ഛേദമാക്കണം. ഒരേ ഛേദമാക്കണം വെച്ചെങ്കിൽ ഇത് ഒരു മൾട്ടിപ്പിൾ ആണ് 8ന്റെ, അല്ലെ? അപ്പൊ ഈ 4 × 2 ചെയ്താൽ പോരെ? ഇവിടെയും × 2 ചെയ്യാം. അപ്പൊ എന്താണ്? 7 - 6/8 എന്ന് വന്നില്ലേ? അത് എത്രയാണ്? 1/8. ഏതാണ്? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 and 1/3 × 1 and 1/2 ഈക്വൽ ടു എന്താണ്? 2 and മിശ്ര ഭിന്നാണ്, അല്ലെ? 2 and 1/3 എങ്ങനെ എഴുതാം? വിഷമ ഭിന്നാക്കി എഴുതണം. 2 × 3 + 1. അത് എത്രയാണ്? 2 × 3 + 1/3. ഇങ്ങനെയാണ് ഇതിനെ വിഷമ ഭിന്നാക്കി എഴുതുക. ഇനി 1/2 എങ്ങനെയാ വിഷമ ഭിന്നാക്കി എഴുതുക? 1 × 2 + 1/2. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരേപോലെ ഛേദം വരണമെന്നില്ല. അപ്പൊ ഈ 3 6, 6 1 7, 7/3 × 2 + 1 3, 3/2. അപ്പൊ ഇനി നമ്മൾ എന്താണ്? അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. പക്ഷെ ഇവിടെ 3 അംശത്തിലും ഉണ്ട് ഛേദത്തിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് വരും? 7/2 എന്ന് വരും. 7/2 എങ്ങനെയാണ്? 2 എത്ര എണ്ണം പൂർണ്ണമായിട്ട് പോവും? 3 2 6. പിന്നെ ശിഷ്ടം വരുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ 3 and 1/2. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇനിയിപ്പോ നമുക്ക് വരുമ്പോ ഈ 1/2 പകരം വേറെ ഇപ്പൊ 2/4 എന്നുള്ളത് ഒരു വേറെ ഒരു പ്രോബ്ലത്തിൽ കിട്ടിച്ചെങ്കിൽ 3 and 2/4 എന്നോ അങ്ങനെ എന്തെങ്കിലും കിട്ടിച്ചെങ്കിൽ നമ്മൾ, പക്ഷെ ഇത് ഈ 2/4 എന്നുള്ളത് എന്താണ്? 1/2 ആക്കി എഴുതണം. കാരണം എന്താണ്? ഇതില് HCF 1 ആയിരിക്കണം. അംശത്തിന്റെയും ഛേദത്തിന്റെയും HCF, അതായത് ഉസാഗ എന്ന് പറയുന്നത് 1 ആവണം. എങ്കിലേ നമുക്കത് ഏറ്റവും ചെറിയ രൂപമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 9/10 ഡിവൈഡഡ് ബൈ 3/5 ഇങ്ങനെ തരുമ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇതിന്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 9/10 ഏതിന്റെ വ്യുൽക്രമം? വ്യുൽക്രമം എങ്ങനെ എഴുതുക? അംശത്തിനെ ഛേദമായും ഛേദത്തിനെ അംശമായും എഴുതണം. അപ്പൊ 5/3 ആണ് ഇതിന്റെ വ്യുൽക്രമം, അല്ലെ? അപ്പൊ എന്നിട്ട് ഇൻറ്റു ചെയ്യാം. മനസ്സിലായോ? 9/10 ഡിവൈഡഡ് ബൈ 3/5 ചെയ്യാൻ വേണ്ടി 9/10 വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. 3 9 3 പ്രാവശ്യം, അല്ലെ? 5 10 2 പ്രാവശ്യം. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 3/2 എന്നുള്ളതാണ് ആൻസർ. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
1 മൈനസ് 2/3 പ്ലസ് 1/6. ഇപ്പോഴും ഞാൻ പറഞ്ഞു എന്താണ്, ഒരേ ഛേദം ആണ് വെച്ചെങ്കിൽ മാത്രമേ അംശം തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഒരേ ഛേദാക്കണം. അപ്പൊ ഇവിടെ എന്താണ് ഛേദം, 1 എന്ന് പറഞ്ഞാൽ 1/1 അപ്പൊ നമുക്ക് 3ന്റെയും 6ന്റെയും LCM എന്ന് പറഞ്ഞാൽ 3 6ന്റെ ഒരു മൾട്ടിപ്പിൾ, 3ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലെ 6. അപ്പൊ നമുക്ക് എന്ത് പറയാം, 6 അതിന്റെ LCM എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ 6 ആവണം വെച്ചെങ്കിൽ ഇൻറ്റു 6 ചെയ്യണം. അപ്പൊ ഇവിടെയും 6 ചെയ്യണം. അപ്പൊ 6 മൈനസ് ഇവിടെ എന്ത് ചെയ്യണം, ഇൻറ്റു 2 ചെയ്യണം. അപ്പൊ ഇവിടെയും ഇൻറ്റു 2 ചെയ്യണം. അപ്പൊ എന്താണ്, -4 പ്ലസ് പിന്നെ എന്താണ്, ഇവിടെ 6 തന്നെയാണ്. അപ്പൊ പിന്നെ അത് തന്നെ എഴുതിയാൽ മതി, 1. 6 - 4 എത്രയാണ്, 2. 2 + 1 എത്രയാണ്, 3. 3/6 എന്ന് പറയുന്നത് എത്രയാണ്, 3/6 3 രണ്ടിലും പോവും അല്ലെ. അപ്പൊ 1/2. ആൻസർ എന്താണ്, എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ രൂപമാക്കിയിട്ടാണ് നമ്മൾ പരമാവധി ഭിന്നസംഖ്യകൾ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊരു റൂളാണ്. നമ്മൾ ഒരു 7ലൊക്കെ പഠിക്കണതാണ്, 6 7ലൊക്കെ ഉള്ള മാത്സ് ടെക്സ്റ്റിൽ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഇതിനെ പറ്റി കിട്ടും. ഇനി എങ്ങാനും കിട്ടിയില്ല, നിങ്ങൾക്ക് കൂടുതൽ ചെയ്യണം എന്നുണ്ട് വെച്ചെങ്കിൽ ഒന്ന് കമന്റ് ആയി പറഞ്ഞാൽ മതി. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.25 പ്ലസ് 2.5 പ്ലസ് 0.025 ഇങ്ങനെയുള്ളത് ആഡ് ചെയ്യുമ്പോൾ പലരും തെറ്റിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു തരാം. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം എങ്ങനെയാണ് എഴുതുക, 0.25 എന്ന് എഴുതിയ ഇങ്ങനെയാണ്. 2.5 എഴുതണത് എങ്ങനെയാണ്, 2 ഇവിടെ എഴുതണം, പോയിന്റ് ഇവിടെ എഴുതണം, പിന്നെ 5 എഴുതേണ്ടത് ഇവിടെയാണ് കേട്ടോ. പലരും തെറ്റിച്ചെഴുതും, അതുകൊണ്ടാണ് പറയണത്. അപ്പൊ 2.5 അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതെല്ലാം 2 സ്ഥാനാക്കിയിട്ട് ശരിക്കും പോയിന്റ് കഴിഞ്ഞ 3 സ്ഥാനാണ് കൂടുതലുള്ളത്. അപ്പൊ 3 സ്ഥാനം ആക്കണം വെച്ചെങ്കിൽ ഇവിടെ റൈറ്റില് 0 ചേർക്കുക. മനസ്സിലായോ? അപ്പൊ 0.250 0.5 2.500 അല്ലെ, 2 0 ചേർക്കണം. ഇനി ഇവിടെ എന്താണ്, 0.025. ഇനി ഇത് ആഡ് ചെയ്യുക. അപ്പൊ എന്താണ്, 5 5 2 7 7, ഇവിടെ എന്താണ് 2 2.775. മനസ്സിലായോ? ഇനി ഈ 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ സ്ഥാനം ശരിക്കും എഴുതണം. അപ്പോഴേ നമുക്ക്, ഇപ്പൊ ഈ 0 ഞാൻ ഇട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പൊ അപ്പോഴും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നോക്കൂ, മൂന്നാമത്തെ കോളം മുഴുവൻ ആഡ് ചെയ്യുക, രണ്ടാമത്തെ കോളം മുഴുവൻ ആഡ് ചെയ്യുക, ഒന്നാമത്തെ കോളം മുഴുവൻ ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എങ്ങാനും നിങ്ങൾക്ക് തെറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത്. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം ഇവിടെ 0 ഇടാൻ്റെ പാടില്ല കേട്ടോ. 0.025 നമ്മൾക്ക് തന്നിട്ടുള്ളതാണ്, അത് നമുക്ക് ഇടണം. ബാക്കിയുള്ളത് നമ്മൾ ആഡ് ചെയ്ത പൂജ്യങ്ങളാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയണത്. അപ്പൊ 0.025 ഇനി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.775. അപ്പൊ ആ സ്ഥാനം നോക്കി വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, പക്ഷെ ഇത് തെറ്റുമ്പോഴാണ് ബാക്കി കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക്, അതായത് 9ലും 10ലും ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവണത്. അപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ വരണത് നമുക്ക് കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15.5 - 3.75. ഇതിനും നമ്മൾ എന്ത് ചെയ്യാം, 15.5 എഴുതി അല്ലെ. ഇത് 2 സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്, അപ്പൊ ഞാൻ ഇവിടെ ഒരു 0 കൂടിയും ചേർത്തു. ഇനി 3.75 എങ്ങനെ എഴുതുക, 3 എന്ന് പറഞ്ഞാൽ എന്താണ്, വൺസ് പ്ലേസിൽ എഴുതണം. അപ്പൊ 3 എന്ന് പറയുന്നത് വൺസ് പ്ലേസ് ഇവിടെയാണ്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനങ്ങള് പോയിന്റ് കഴിഞ്ഞിട്ട് തന്നെ എഴുതണം, 7 5 എന്ന് എഴുതി. ഇനി മൈനസ് എഴുതി. അപ്പൊ നമുക്ക് എന്താണ്, 0 5 കുറയ്ക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇവിടുന്ന് നമ്മള് എടുക്കും. അപ്പൊ ഇവിടുന്ന് 1 എടുത്താൽ 4 ആയി.
ഇവിടെ അപ്പൊ എന്താവും? 10 ആവും. 10 മൈനസ് 5 എത്രയാണ്? 5. 4 മൈനസ് 7 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് എടുക്കണം. അപ്പൊ ഇവിടെ 4 ആവും. ഇവിടെ എന്താവും? 14 ആവും. 14 മൈനസ് 7 എത്രയാണ്? 7. ഇനി പോയിന്റ് ഇടുക. 4 മൈനസ് 3 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് എടുത്തു. ഇവിടെ അപ്പൊ എന്തായി? 0 ആയി. ഇവിടെ 14 ആയി. 14 മൈനസ് 3 എത്രയാണ്? സോറി, 4 മൈനസ് സോറി, ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? തെറ്റി. ഇവിടെ എന്താണ്? 5 മൈനസ് 3, 4 മൈനസ് 3 ചെയ്യാൻ പറ്റും അല്ലെ? 1 മൈനസ് 0 എന്താണ്? 1. അപ്പൊ ഏതാണ് ആൻസർ വരിക? 11.75. അപ്പൊ നമ്മള് നോക്കണം, 4ന്ന് 3 എടുക്കാൻ പറ്റിയില്ല വെച്ചെങ്കിലാണ് നമ്മൾ ഇവിടുന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്? 4ന്ന് 3 എടുക്കാം അല്ലെ? 4 മൈനസ് 3 1 പിന്നെ 1 എടുക്കാം. അപ്പൊ ആൻസർ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു തരുന്നത്. 0.8 ഇൻറ്റു 0.5 ഇതെങ്ങനെയാണ് ചെയ്യുക? അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് രണ്ടിലും കൂടിയിട്ട്? ഒരു സ്ഥാനം ഇവിടെയും ഒരു സ്ഥാനം ഇവിടെയും, 2 സ്ഥാനം ഉണ്ട്. അപ്പൊ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞാൽ 2 സ്ഥാനം ഉണ്ടാവണം. ഓക്കെ. ഇനി 8 ഇൻറ്റു 5 എത്രയാണ്? 40. 40 എന്നുള്ളതാണ് ആൻസർ വരിക. പക്ഷെ പോയിന്റ് എങ്ങനെ ഇടണം? 2 സ്ഥാനം കഴിഞ്ഞിട്ട് 1 2 പിന്നെ പോയിന്റ് ഇടുക. അപ്പൊ എന്താണ് ആൻസർ? 0.4 എന്നുള്ളതാണ് ആൻസർ. ഇത് നോക്കണം, 0.4 എന്ന് പറയുന്നതും 0.40 എന്ന് പറയുന്നതും ഒന്നാണ്. പക്ഷെ 0.04 എന്ന് പറയുന്നത് ഒന്നല്ല. കാരണം എന്താണ്? 0.4 എന്ന് പറയുന്നത് എന്താണ്? 4/10 ആണ്. 0.04 എന്ന് പറയുന്നത് എന്താണ്? 4/100 ആണ്. 100ൽ 4 ഭാഗം. ഇത് എത്രയാണ്? 10ൽ 4 ഭാഗം. രണ്ടും ഒന്നാണോ? അല്ല. പക്ഷെ ഇവിടെ പറയണത് നോക്കൂ, 0.40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 40ൽ 100ൽ 40 ഭാഗം. 100ൽ 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 0 ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ 4/10 തന്നെയല്ലേ ഈ 4/10ഉം? അപ്പൊ 0.4ഉം 0.40ഉം സെയിം അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോന്നും നന്നായി നമ്മൾ ആലോചിച്ച് ചെയ്യണം. ഇതൊക്കെ ബേസിക് ആണ്. നമുക്ക് ഒരു 6ലും 7ലും പഠിക്കണ കാര്യങ്ങളായാലും നമുക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒന്നും കൂടി അതൊന്ന് വിലയിരുത്താൻ വേണ്ടി നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ടും ഉണ്ട് കേട്ടോ. കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കാരണം. 2.4 ഡിവൈഡഡ് ബൈ 0.6 എങ്ങനെയാണ് ചെയ്യുക? 2.4/0.6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റിൽ ചെയ്യാൻ പറ്റില്ല വെച്ചെങ്കിൽ നിങ്ങൾ ഇത് ഭിന്നസംഖ്യ ആക്കുക. ഏതാണ്? 2.4 എന്ന് പറഞ്ഞാൽ എന്താണ്? 24/10 ആണ് അല്ലെ? ഇത് എന്താണ്? 6/10 ആണ്. ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? 24/10 ഇൻറ്റു ഇതിന്റെ വിൽക്രമം അല്ലെ? 10/6. അപ്പൊ ഈ 10 ക്യാൻസൽ ചെയ്ത് പോയില്ലേ? 24/6 ചെയ്താ പോരെ? 24/6 എത്രയാണ്? 4. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ല എങ്കിലാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 24 ഡിവൈഡഡ് ബൈ 0.6, 2.4 ഡിവൈഡഡ് ബൈ 0.6. പോയിന്റ് കഴിഞ്ഞ് രണ്ടിലും ഒരേപോലെയാണ്. അപ്പൊ പിന്നെ നമുക്ക് 24/6 ചെയ്താൽ മതി. അപ്പൊ 4 എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് മനസ്സിലായില്ലേ? പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടോ എന്ന് നോക്കുക. അതിൽ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ എഴുതി നോക്കണ്ടേ. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ എങ്ങനെയാണ് ചെയ്യാം? അതായത് നമുക്കൊരു ഐഡന്റിറ്റിയുടെ ഒരു വാക്യമുണ്ട്. a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+n ആണ്. ഇനി വേറൊരു ഐഡന്റിറ്റി a⁻m ബൈ a⁻n
ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം എൻ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ 2/3 2/2 രണ്ടാണ് ഇവിടെ സെയിം ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 3 + 2 അത് എത്രയാണ് വരിക, 2/5. ഏതാണ്, എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. √144 + √169. √144 എന്ന് പറയുന്നത് 12 144 ആണെന്ന് അറിയണവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ 12 എന്നുള്ളത് നമുക്ക് വേഗത്തിൽ കിട്ടി. 169ന്റെ എന്താണ്, 13 ആണ്. 13 ആണ് 169. 12 + 13 എത്ര കിട്ടി, 25. ഇങ്ങനെ വേഗത്തിൽ കിട്ടണവരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, √144 എന്താണെന്ന് അറിയില്ല, സ്ക്വയർ റൂട്ട് 144. അപ്പൊ എന്ത് ചെയ്യണം, 144നെ ഘടകങ്ങളാക്കുക. പ്രൈം ഫാക്ടറൈസേഷൻ, അതായത് അഭാജ്യ ഘടകങ്ങളുടെ ഘടകങ്ങളാക്കുക. അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 2, 3, 5, 7 ഒക്കെയാണ് അഭാജ്യ സംഖ്യകൾ. അതറിയാലോ അല്ലെ. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഫാക്ടേഴ്സ് ആക്കണ വെച്ചെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 7, 2. ഇനിയും 2 പോവും അല്ലെ. 3, 2, 6. 12 6, 2, 12. ഇനിയും 2 പോവും. 18, 2, 36. ഇനി 2 പോവും. 9, 2, 18. ഇനി 3 പോവും. 3, 9. ഇനി 3, 1. അപ്പൊ ഇനിയുള്ളതിന്ന് രണ്ടെണ്ണത്തിന്ന് ഒരെണ്ണം വീതം എടുക്കുക. അപ്പൊ ഈ 2 എണ്ണം ഉള്ളതിന്ന് ഒരു 2 എടുത്തു. ഇനി ഈ 2 എണ്ണം ഉള്ളതിന്ന് ഒരു 2 എടുത്തു. ഈ 3 എണ്ണം ഉള്ളതിന് ഒരു 3 എടുത്തു. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2 4, 4 3 12. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 12 √144 = 12 എന്ന് കിട്ടുന്നത്. മനസ്സിലായോ? 169നെ നിങ്ങൾ അതേപോലെ ചെയ്തു നോക്കാൻ പറ്റില്ല. കാരണം എന്താണ്, 13 എന്ന് പറയുന്നത് എന്താണ്, അഭാജ്യ സംഖ്യയാണ്. പിന്നെ അതിനെ ഘടകങ്ങളാക്കാനില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അറിയണം 13 169 ആണെന്ന്. അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളാക്കണ വെച്ചെങ്കിൽ നമ്മൾ നോക്കണം, 1 2 പോവോ 3 പോവോ 5 പോവോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ വരാൻ. അപ്പൊ സമയം എടുക്കും. അങ്ങനെയാവുമ്പോ നിങ്ങൾ ഒരു 25 വരെയുള്ളത് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15 + 5 ഡിവൈഡഡ് ബൈ 4 × 2. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂളാണ് ഉപയോഗിക്കുന്നത്. ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക, ഓഫ് ഉണ്ട് വെച്ചെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഇതാണ് ബോർഡ് മാസ് റൂള്. അപ്പൊ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഇവിടെ ഉണ്ട്. 15 + 5 അത് എത്രയാണ്, 20. പിന്നെ എന്താ ചെയ്യാൻ പറഞ്ഞേക്കണേ, ഓഫ് ഇല്ല. ഡിവിഷൻ ആവുമ്പോ ഇവിടെ 20/4 എന്ന് വന്നു. 20/4 എത്രയാണ്, 5. പിന്നെ എന്താണുള്ളത്, 5 × 2. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ 5 × 2 എത്രയാണ്, 10. ഏതാണ് ആൻസർ, എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോ നമ്മൾ പ്രത്യേകിച്ച് ബ്രാക്കറ്റ് ഉണ്ട് വെച്ചെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. ചിലതില് 2 ബ്രാക്കറ്റ് തരും. അപ്പൊ 2 ബ്രാക്കറ്റും നമ്മൾ ഒരേ സ്റ്റെപ്പിൽ തന്നെ ചെയ്യണം. ബാക്കിയുള്ളത് പിന്നെ സ്റ്റെപ്പിൽ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 100 - 10 × 5 + 20/4. ഇതിൽ ബ്രാക്കറ്റ് ഒന്നും ഇല്ല, ഓഫ് ഇല്ല. പിന്നെ എന്താണ്, ഡിവിഷൻ ആണ് തുടങ്ങണേ. അപ്പൊ നമുക്ക് 20/4 ആദ്യം ചെയ്യാം. അപ്പൊ 5. ഇനി നമുക്ക് അപ്പൊ ഇവിടെ +5 എന്നല്ലേ വന്നേക്കണേ. ഇനി നമുക്ക് ഇൻറ്റു ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ. 10 × 5 എത്രയാണ്, 50. മൈനസ് സൈൻ ഉണ്ട്, -50. 100 - 50 + 5 എന്ന് വന്നു. ഇനി നമുക്ക് എന്താണ്, 100ഉം 5ഉം കൂടി കൂട്ടുക, 105. അല്ലെങ്കിൽ 100 - 50 ചെയ്താലും മതി. അപ്പൊ എന്താണ്, 50. 50 + 5 എത്രയാണ്, 55. അല്ലെങ്കിൽ 100 + 5 105, 105 - 50 എന്ന് പറഞ്ഞാലും 55 തന്നെയാണ്. അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് ചിലതിലൊന്നും നമുക്ക് വ്യത്യാസം വരില്ല. അഡീഷൻ ചെയ്താലും
ആദ്യം അഡീഷനും ആദ്യം സബ്ട്രാക്ഷനും ചെയ്താലും വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ചിലതിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഈ ബോർഡ് മാസ് റൂള് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7 കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. 7 കൊണ്ട് ഹരിക്കാൻ പറ്റണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 7 കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 999 അല്ലെ? 7 കൊണ്ട് ഹരിക്കണം. 7 ഓരേഴ് 7, 29 എന്ത് വരും? 4 7 28, 19 എന്ത് വരും? 7 14. പിന്നെ എന്താണ് ശിഷ്ടം വരണേ? 5 ആണ് ശിഷ്ടം വരണേ. അപ്പൊ 5 കഴിഞ്ഞ പിന്നെ അപ്പൊ എന്താ ചെയ്യണം? ആ 5 എന്നുള്ളത് 999 മൈനസ് ചെയ്താൽ മതി. അപ്പൊ എന്താണ്? 994. അതാണ് ആൻസർ വരിക. കാരണം എന്താണ്? പൂർണ്ണമായി നിശേഷം ഹരിക്കണം എന്നാണ് പറയണത് അല്ലെ? ഇവിടെ ഹരിച്ചപ്പോ നമുക്ക് 5 ആണ് ശിഷ്ടം കിട്ടിയത്. ആ 5 ശിഷ്ടം നമ്മൾ ഇതിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ഏതാണോ കിട്ടണ അതിനെ നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13, 26, 39 എന്നിവയുടെ ലസാഗു എത്ര? 13, 26, 39 ലസാഗു ആണ് ചോദിച്ചിരിക്കണേ. ലസാഗു എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടെണ്ണത്തിലെങ്കിലും പോണത് നമുക്ക് നോക്കാൻ പറ്റും അല്ലെ? ഇതിൽ നോക്കൂ, 13 രണ്ടിലും പോകും. 13 13 13 2 26. ഇതിലോ 13 3 39 അല്ലെ? മൂന്നെണ്ണത്തിലും പോവും 13. അപ്പൊ ഇനി നമുക്ക് എന്തിനാണ്? രണ്ടെണ്ണത്തിലെങ്കിലും പോണതുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 6, 13 ഇൻറ്റു 6 വരിക. 13 ഇൻറ്റു 6 എത്രയാണ് വരിക? 3 18, 1 78. ഏതാണ്? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സംഖ്യകളുടെ ലസാഗു 48ഉം ഗുണനഫലം 384 ആയാൽ ഉസാഗ എത്ര? ലസാഗു ഇൻറ്റു ഉസാഗ ഈക്വൽ ടു ഗുണനഫലം. അത് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ 48 ഇൻറ്റു ഉസാഗ അതായത് HCF ഈക്വൽ ടു 384. അപ്പൊ HCF എന്താ വരിക? HCF ഈക്വൽ ടു 384 ബൈ 48 അല്ലെ? 48 2 പോവും, 24. അപ്പൊ ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താണ്? 1 2 18, 9 2 18, ഈ 2 4. ഇനി 24 2 പോവും, 12. ഇവിടെ എത്രയാണ്? 9 2 18, 12 6 2 12. അപ്പൊ 96 ബൈ 12. ഇനിയും 2 പോവും, 6 2 12. ഇവിടെ എന്താണ്? 4 2 8, 16 2 16. 48 ബൈ 6 നമുക്കറിയാം, 6 48 അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. HCF അപ്പൊ എന്താ വരിക? ഉസാഗ എന്ന് പറയുന്നത് 8 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 മുതൽ 100 വരെ 5 കൊണ്ട് ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ 5 കൊണ്ട് ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 100 ബൈ 5 ചെയ്താൽ മതി. അപ്പൊ എത്രയാണ്? 20 സംഖ്യകളാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. 5 10 15 20 25 30 അങ്ങനെ നോക്കിയാലും മതി. 20 എണ്ണം കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 അക്കങ്ങളുള്ള ഏറ്റവും വലിയ സംഖ്യയെ 16 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 9 9 9 9 ഇതല്ലേ 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ. ഇനി ഇതിനെ 16 കൊണ്ട് ഹരിച്ചാൽ എത്ര ആണ് ശിഷ്ടം കിട്ടുക എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഹരിക്കുക തന്നെ ചെയ്യാ. അപ്പൊ എന്താണ്? 16 എത്ര പ്രാവശ്യം പോവും? 6 5 30 അല്ലെ? അപ്പൊ 5 പോവും. 6 30, 3 ഓരഞ്ച് 5 3 8
അല്ലേ? 6 പോവും. 80 10 96 6 പോവും കേട്ടോ. 6 പോവും. അപ്പൊ നമുക്ക് ഇവിടെ 96 വരും. 16 6 96. 39. 39ല് 16 2 32. അപ്പൊ 79 അല്ലേ? 79ല് ഇനി എന്താ പോവാ? 79ല് 4 പ്രാവശ്യം പൂവുണ്ടാവും. 4 6 24 2 64 അല്ലേ? 24ഉം 5ഉം 15 വരുള്ളൂ പിന്നെ. അപ്പൊ 64 5ഉം 69 10ഉം 79 15. അപ്പൊ നമുക്ക് എത്രയാണ് വരിക? ശിഷ്ടം 15 എന്നുള്ളതാണ് ശിഷ്ടമായിട്ട് വരിക. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 72 108 80 എന്നിവയുടെ ഉസാഗ എത്ര? എങ്ങനെയാണ് ചെയ്യാ? 72 108 180. 72 108 180 എങ്ങനെയാണ് ചെയ്യാ? 2 പോവും അല്ലെ? 36 2 72. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക 72/2 എത്രയാണെന്ന് കേട്ടോ. 5 2 10 4 8ല് എത്ര പ്രാവശ്യം? 4 2 8. ഇനി ഇവിടെ 2 18ല് 9 2 18 90 എന്ന് കിട്ടും. 2 പ്രാവശ്യം ഇനി പോവും 18 അല്ലെ? 18. പിന്നെ ഇവിടെ എന്താണ്? ഈ 2 4 14ല് 7 2 14. ഇവിടെ എന്താണ് പോവാ? 4 2 8 10ല് i 2 10. ഇനി എന്താണ്? 3ലും പോണതുണ്ടോ നോക്കൂ. 3 പോവും അല്ലെ? 6 3 18 9 3 27. ഇനി ഓർ 3 3 15ല് i 3 15. ഇനി എല്ലാത്തിലും പോണത് 3 അല്ലെ? ഈ 3 6 3 9 i 3 15. ഇനി 3ലും പോണതുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഉസാഗ എന്താണ് വരിക? ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയതാണ്. ഈ 2 4 4 ഇൻറ്റു 3 9 9 4 36 അല്ലേ? 36 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് ബൈ 2 പ്ലസ് 1/3 പ്ലസ് 1/6. ഞാൻ പറഞ്ഞു ഇത് എന്താണ്? ഛേദം ഒരേപോലെയാക്കണം അല്ലെ? 2 3 6 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ് അതിന്റെ LCM? LCM എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? 2ന്റെ മൾട്ടിപ്പിൾ ആണ് 6, 3ന്റെ മൾട്ടിപ്പിൾ ആണ് 6. അപ്പൊ പിന്നെ ലീസ്റ്റ് കോമൺ ഏതാണ് വരിക? 6 തന്നെയാണ് വരിക. അപ്പൊ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 കൊണ്ട്, അപ്പൊ ഇവിടെയും 2 കൊണ്ട് ചെയ്യാ. ഇവിടെ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് എന്താണ്? 3 പ്ലസ് 2 അല്ലെ? പ്ലസ് 1. 3 പ്ലസ് 2 പ്ലസ് 1 എത്രയാണ്? 6. 6/6 എന്ന് പറഞ്ഞാൽ എന്താണ്? അംശവും ഛേദവും ഒരേപോലെ വന്ന അതെന്താ ആൻസർ? 1 എന്നുള്ളതാണ് ആൻസർ. അംശവും ഛേദവും ഒരേ സംഖ്യയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.125 എന്നത് ഭിന്നസംഖ്യയായി എഴുതിയാൽ ഭിന്നസംഖ്യയായിട്ട് എങ്ങനെ എഴുതാം? ഇത് പോയിന്റ് ഇല്ലാണ്ട് നമുക്ക് എന്താ എഴുതുക? 125 എന്ന് എഴുതും. ബൈ പിന്നെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനം. അത്രയും 0 ഇടണം. പിന്നെ 1 എഴുതണം. അപ്പൊ 125/1000. അത് എത്രയാണ്? 125/1000. 125 1000ല് 8 പ്രാവശ്യമാണ് പോവുക. അത് അറിയാമെന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് 1/8 എന്ന് എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 125/1000 എന്ന് കിട്ടിയില്ലേ? 5 കൊണ്ട് ചെയ്യാ. 5 5 10 5 25 അല്ലെ? ഇനി 5 കൊണ്ട് ഇവിടെ ചെയ്താലോ? 5 10 200 എന്ന് വരും. ഇനി 5 കൊണ്ട് ചെയ്യാ. 5 25. ഇവിടെ എന്താണ്? 4 20 40 എന്ന് വരും. അപ്പൊ 5 ഇനി ഒരു പ്രാവശ്യം ഇവിടെ 5 40. അപ്പൊ 1/8 കിട്ടി. ഇത്രയും വഴികൾ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ
125 ഇൻറ്റു 8 1000 എന്ന് അറിയാമെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അത് നമ്മളുടെ അഞ്ചിലോ ആറിലാണ് തോന്നുന്നു, ആറിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 125ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 1000 എഴുതാന്നുള്ളത്. 125 ഇൻറ്റു 8 എന്നുള്ളതാണ് 1000 എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത്. അതിനനുസരിച്ചാണ് അവർ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു. 3 സ്ക്വയറിനെ എങ്ങനെ പറയാം? 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 4 സ്ക്വയർ എത്രയാണ്? 16 ആണ്. 16ഉം 9ഉം കൂടി കൂട്ടി എത്രയാണ്? 25. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. പക്ഷേ ചിലരെന്ത് ചെയ്യും? ചില മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 3 4 7 7 റേസ് ടു 2 ആണെന്ന് പറയാറുണ്ട്. പക്ഷെ തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് ഘാതം, അതായത് എക്സ്പോണന്റ് ആയിട്ടുള്ളത് ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് 3 സ്ക്വയർ പ്ലസ് 3 റേസ് ടു 6 ഇങ്ങനെയൊക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് എന്താണ് 1 പ്ലസ് ഇവിടെ എന്ത് വരും? 3 റേസ് ടു 4 എന്ന് വരും അല്ലേ? 3 റേസ് ടു 4 ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റോണം ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. 3 സ്ക്വയറിന് 9 എന്ന് എഴുതുക, ഇതിനെ 16 എന്ന് എഴുതുക. 9 പ്ലസ് 16 25. ഇതാണ് കറക്റ്റ് വേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 മൈനസ് 10. ഞാൻ പറഞ്ഞു ബോർഡ് മാസ് റൂളാണ്. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. അപ്പൊ ഡിവിഷൻ ആദ്യം ചെയ്യുക. 50 ബൈ 5 എത്രയാണ്? 10 ആണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 10 ഇൻറ്റു 2 എത്രയാണ്? 20. അപ്പോൾ 10 ഇൻറ്റു 2 ആദ്യം ചെയ്യുക, 20. 20 മൈനസ് 10 എത്രയാണ്? 10. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് അധികം കൂടുതലായി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള 1 2 ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുക. പക്ഷേ നമുക്ക് എന്താണ് ബേസ് ഇല്ലാത്തവർക്കാണ് വെച്ചെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വേഗത്തിൽ പഠിച്ചു പോവുക. അപ്പൊ പിന്നെ ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 45ന്റെ ഘടകങ്ങൾ എത്ര? 45ന് എത്ര ഘടകങ്ങളുണ്ട് എന്ന്. ഏതൊക്കെയാണ് ഘടകങ്ങള്? 1 പൂവും അല്ലെ? പിന്നെ എന്താണ് 45ന്റെ 3 പൂവോ? ഉവ്. പിന്നെ എന്താണ് 5 പൂവും അല്ലെ? 5. പിന്നെ എന്താണ് 5 1 3 5. പിന്നെ ഏതാണ് പോവാ? 9 5 ആണ് 45 അല്ലെ? അപ്പൊ 9 5 45 എന്ന് വന്നു. ഇനി 3 ഇൻറ്റു 15 വരും. പിന്നെ എന്താണ് 1 ഇൻറ്റു 45 വരും. അപ്പൊ എത്ര എണ്ണം ഉണ്ട് നോക്കൂ? 2 4 6 എണ്ണം. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഘടകങ്ങൾ നോക്കണം വെച്ചെങ്കിൽ ഘടകങ്ങൾ നമ്മൾക്ക് പെയർ ആയിട്ടാണ് കിട്ടുക. ചിലതിൽ എങ്ങനെയാണ് 6 6 36 എന്ന് പറയുമ്പോൾ ഒരു 6 മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒറ്റ സംഖ്യയായിട്ട് വരും. പക്ഷെ പരമാവധി നമുക്ക് ഇരട്ട സംഖ്യകളാണ് വരാറ്. കാരണം എന്താണ് 5 ഇൻറ്റു 9 ഇതെല്ലാം സെറ്റ് ആയിട്ടാണ് വരിക. കാരണം 5 ഇൻറ്റു 9 വന്നു, 3 ഇൻറ്റു 15ഉം 45ആണ്, 1 ഇൻറ്റു 45ഉം 45ആണ്. അങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ സെറ്റ് നമുക്ക് നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17 ഒരു അഭാജ്യ സംഖ്യയാണോ? 17 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയാണോ? ആണ്. അപ്പോൾ 17 ഒരു അഭാജ്യ സംഖ്യയാണ്. 17നെ നമുക്ക് ഘടകങ്ങളാക്കാൻ പറ്റില്ല കേട്ടോ. 1ഉം 17ഉം മാത്രമേ അതിന്റെ ഘടകങ്ങളുള്ളൂ. അപ്പൊ അത് അഭാജ്യ സംഖ്യയാണ്. 6 8 12 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? LCM എടുക്കുക. LCM എടുത്തിട്ട് 5 കൂട്ടുക, അത്രയല്ലേ വേണ്ടൂ? 6 8 12. LCM എന്താ വരിക? 2 3 2 6.
4 2 8, ഇവിടെ 6 2 12. ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണത് വേണം. അപ്പൊ 3 ഒരു 3 3 4 തിരിച്ച് എഴുതുക. ഈ 3 6. ഇനിയും രണ്ടെണ്ണത്തിൽ പോണതുണ്ട്. അപ്പൊ 1 2, ഇവിടെ എന്താണ് 1. അപ്പൊ ഇനി നമുക്ക് എന്താണ് ഈ 3 6 6 2 12 12 2 24. 24ന്റെ കൂടെ ഈ 5ഉം കൂടിയും കൂട്ടുക. അപ്പൊ എത്രയാണ് 29 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5/8ന്റെ ദശാംശ രൂപം. 5/8 എങ്ങനെയാ ചെയ്യാ? 5 ഡിവൈഡഡ് ബൈ 8 അല്ലെ? 5ലെ 8 പോവോ? ഇല്ല. അപ്പൊ പോയിന്റ് ഇട്ടു. ഇനി 0 ഇട്ടു. അപ്പൊ 8 എത്ര പ്രാവശ്യം പോവും? 6 8 48 അല്ലെ? 48. ഇനി 2, പിന്നെ ഒരു 0 ചേർക്കുക. 20. 20ല് 2 16. പിന്നെ 4 വന്നു, ഒരു 0 ചേർക്കുക. 40. അപ്പൊ 5 40. അപ്പൊ എന്താണ് ആൻസർ? 0.625 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 ആൻഡ് 3/4 മൈനസ് 1/2 ഈക്വൽ ടു 1 ആൻഡ് 3/4. നമുക്ക് ശരിക്കും അറിയാം 1/4 അല്ലെ? 1/4 അര കുറച്ചാന്ന് പറഞ്ഞാൽ 1/4 അത് നമുക്ക് അങ്ങനെ കിട്ടുവെച്ചെങ്കിൽ നമുക്ക് നല്ലതാണ്, വേഗത്തിൽ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ വിഷമ ഭിന്നാക്കുക. 4 4 4 4 3 7 7/4 മൈനസ് 1/2. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇതിനെ ഇൻറ്റു 4 ഇൻറ്റു 2 ചെയ്താൽ 4 ആവും അല്ലെ? അപ്പൊ ഇവിടെയും ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ 7 മൈനസ് 2 എത്രയാണ്? 5. 5/4 എന്നല്ലേ വരിക? 5/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആൻഡ് 1/4 അല്ലേ? അത് തന്നെയാണ് ഈ ആൻസർ. അപ്പൊ നമുക്ക് വേഗത്തിൽ കിട്ടണം വെച്ചെങ്കിൽ മുക്കാലിന്ന് അര കുറച്ച് എത്രയാണ്? കാലാണ്. അപ്പൊ ഒന്നും ഉണ്ട്. അപ്പൊ 1/4 എന്നുള്ളത് ആൻസർ കിട്ടും. വേഗത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അടിസ്ഥാനമില്ലാത്തവർക്ക് ചെയ്യാൻ സാധിക്കില്ല. 144ന്റെ വർഗമൂലം ഞാൻ കാണിച്ചു തന്നതാണ് നേരത്തെ അല്ലെ? എങ്ങനെയാണ് വർഗമൂലം കാണുക എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാന്ന് വെച്ചെങ്കിൽ 12 × 12 ആണ് 144 എന്ന് അറിയാന്ന് വെച്ചെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 144 എന്തെന്ന് എഴുതാം? 12 എന്ന് എഴുതാം. ഇനി അങ്ങനെ അറിയില്ലാത്തവർക്കാണ് എന്താ ഫാക്ടറൈസ് ചെയ്യുക. അപ്പൊ 2 7 2 14 ഈ 2 4 2 3 2 6 6 2 12 2 1 2 2 16 2 9 2 18 3 3 അല്ലെ? ഇങ്ങനെ വന്നു. ഇനി രണ്ടെണ്ണത്തുനിന്ന് ഒരെണ്ണം. 2 ഈ രണ്ടെണ്ണത്തുനിന്ന് ഒരെണ്ണം. 2 ഈ രണ്ടെണ്ണത്തുനിന്ന് ഒരെണ്ണം. 3 ഇതെല്ലാം കൂടി ഗുണിച്ചെഴുതുക. 4 3 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20 25 30 എന്നിവയുടെ ലെസ്സാകൂ. 3ലും പോണത് എന്താണ്? 5 പോവും. 4 5 20 5 25 6 5 30 അല്ലെ? ഇനി രണ്ടെണ്ണത്തിലെങ്കിലും പോണത് ചെയ്താലും മതി. അപ്പൊ 2 പോവും. ഈ 2 4 5 അങ്ങനെ എഴുതുക. 3 2 6 അല്ലെ? ഇനി രണ്ടെണ്ണത്തിൽ പോണതുണ്ടോ? ഇല്ല. ഈ 5 10. ഇവിടെ എന്താവും? 3 15 15 2 എത്രയാണ്? 30. 30 × 10 എത്രയാണ്? 300. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 64 80 96 എന്നിവയുടെ ഉസാഖ എത്ര? 64 80 96. 3ലും പോണത് നോക്കണം അല്ലെ? 2 പോവും. 3 2 6 ഈ 2 4 40. ഇവിടെ എന്താണ്? 4 2 8 16ലെ 2 16. ഇനി എല്ലാത്തിലും പോണത് 2 പോവും. 1 2 6 2 12 20 2 40. ഇവിടെ എന്താണ് വരിക? ഈ 2 4 4 2 8 2 ഇനിയും പോവും. 2 16 12 20 എന്താണ്? 1 2 ഈ 2 4 2 ഇനിയും പോവും. അപ്പൊ 4 2 8 ഈ 2 10 6 2 12. ഇനി എന്തെങ്കിലും പോവോ നോക്കൂ. 3ലും പോണത് വേണം. അപ്പൊ ഇല്ല. ഈ 2 4 4 2 8 2 16. അപ്പൊ 16 എന്നുള്ളതാണ് ആൻസർ. ഇല്ലാച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 16 എന്നുള്ളത് ഇത് തന്നെയാണ് ബെസ്റ്റ് വഴി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 64 ഡിവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. എല്ലാത്തിലും ഡിവൈഡ് ചെയ്യണതിന്റെ
8ഉം പോവും. അപ്പൊ പിന്നെ നമുക്ക് ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് എളുപ്പവഴി ട്ടോ. അല്ലെങ്കിൽ ഇത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8 + 2 × 3 - 4 ഡിവൈഡഡ് ബൈ 2. ആദ്യം എന്താ ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. 4/2 എത്രയാണ്? 2 അല്ലേ? 2 × 3 എത്രയാണ്? 6. അപ്പൊ 8 + 6 - 2 എന്ന് കിട്ടിയില്ലേ? 14 - 2 എത്രയാണ്? 12. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 50 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ പറയണത് കേട്ടോ. 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ. 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ അല്ലെ? ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ എത്രയാണ്? 10 ആണ്. പക്ഷെ 2 കൊണ്ടും ഹരിക്കണം. ഇവിടെ രണ്ടക്ക സംഖ്യയിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇവിടെ 12 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനില്. അപ്പൊ 12നെ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാവോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്താണ്? ശരിയാണ് അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാ? നമ്മള് ആദ്യമേ ചെയ്യണ മാതിരി തന്നെ ഏത് ചെയ്യാ? ലസാഗു എടുത്ത് ചെയ്യാം. ലസാഗു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.75 × 100. 0.75 × 100 അല്ലെ? 75 × 100 ആദ്യം ചെയ്യാ. 7500 എന്ന് വന്നു അല്ലെ? എങ്ങനെയാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 0 ചേർക്കുക അല്ലെ? 75 × 100 ആദ്യം ചെയ്തു. ഇനി പോയിന്റ് കഴിഞ്ഞ എത്ര സ്ഥാനം ഇവിടെ ഉള്ളത്? 2 സ്ഥാനം. ഇവിടെയോ? ഇവിടെ സ്ഥാനങ്ങളൊന്നുമില്ല അല്ലെ? അപ്പൊ ആകെ നമ്മളുടെ ഗുണനഫലത്തിൽ എത്ര സ്ഥാനം വേണം? പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വേണം. അപ്പൊ 2 സ്ഥാനം നീക്കി നമുക്ക് പോയിന്റ് ഇടാം. അപ്പൊ 75 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.